CPM ജനപ്രതിനിധികളല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചിലർക്ക് കിട്ടുന്ന മാധ്യമ പരിലാളന നോക്കണേ. ഇന്നിപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വന്നു. കേരളത്തിലെ ഒരു MLA ഫേസ്ബുക്ക് കുറിപ്പിൽ കമന്റ് ഇട്ടതിൻ്റെ പേരിൽ മകനും ക്രിമിനൽ സംഘവും ചെന്ന് ഒരു വ്യക്തിയെ തല്ലി. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ MLAക്ക് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ പാർട്ടിയില്ല. വാർത്ത റിപ്പോർട്ട് ചെയ്ത് നോക്കൂ. ഒരു പേര് മാത്രമുള്ള മഞ്ചേരി MLA ഫേസ്ബുക്കിൽ അസഭ്യ കമന്റ് ഇട്ട യുവാവിനെ മർദ്ദിച്ച MLAയുടെ മകനും സംഘവും. മഞ്ചേരി MLA UA ലത്തീഫിന്റെ മകൻ അമീറിനെതിരെയാണ് പരാതി. മഞ്ചേരി മുള്ളമ്പാറ സ്വദേശി ലത്തീഫിനാണ് മർദ്ദനമേറ്റത്. MLAയുടെ മകനെ അടക്കം പ്രതി ചേർത്ത മഞ്ചേരി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കണ്ടല്ലോ, മഞ്ചേരി MLA UA ലത്തീഫ്. മഞ്ചേരി MLAയുടെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? എന്തായാലും ഒരു കാര്യം ഉറപ്പായി, CPM അല്ല, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയുമല്ല. പിന്നെ ഏതാണ് പാർട്ടി? അവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. മുസ്ലിം ലീഗ് MLA ആയിട്ടുള്ള UA ലത്തീഫിന്റെ മകൻ ചെയ്ത തെമ്മാടിത്തമാണ്. ആ മകന്റെ ഫോട്ടോ വെച്ചിട്ട് വാർത്തയുണ്ടോ? ആ മകൻ ചെയ്ത ഈ ക്രിമിനൽ പ്രവർത്തനം, കാര്യം വാപ്പാന്റെ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടാൽ ഈ നാട്ടിൽ ഉടനടി മകനും ഗുണ്ടാ സംഘവും ചേർന്ന് കമന്റ് ഇടുന്ന ആളെ തല്ലാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോസ്റ്റുകളിൽ ഇതേ ലീഗുകാരന്മാർ എന്തെല്ലാം അനാവശ്യങ്ങളാണ് എഴുതി പിടിപ്പിക്കുന്നത്. പക്ഷേ ലീഗ് മാടമ്പി നേതാക്കന്മാരുടെ ഒരു രീതി നോക്കണേ. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ കുറിപ്പിട്ടാൽ അത് നെഗറ്റീവ് ആണെങ്കിൽ അവനെ വീട്ടിൽ പോയി തല്ലും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇത് ഇടതുപക്ഷമല്ലെങ്കിൽ ചെറിയൊരു വാർത്തയാണ്. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ എന്ന് പറയാൻ വേണ്ടി UA ലത്തീഫ് എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാത്ത ഒരു MLA ഫേസ്ബുക്ക് കുറിപ്പിട്ടു. അതിൻ്റെ പേരിൽ മകൻ പോയി തല്ലി. ആ മകൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ, ആ മകൻ ഈ ചെയ്തത് തെമ്മാടിത്തമാണെന്നോ, അതിൻ്റെ പേരിൽ ഒരു ചർച്ചയോ, അതിൻ്റെ പേരിൽ ഒരു മുഴുനീള ലൈവോ, അടി കിട്ടിയ വ്യക്തിയുടെ പ്രതികരണമോ, അങ്ങനെ ഒരു ചർച്ചയേ ഉണ്ടാകുന്നില്ല. എന്തൊരു കരുതലാണ്! നാട് കാണേണ്ടതാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, പ്രതിഭ MLAയുടെ മകൻ CPM MLA പ്രതിഭ എന്ന രീതിയിൽ CPM എന്ന പേര് പറയും. ഈ അടുത്ത ദിവസത്തിൽ പോലീസുകാരനെ തല്ലിയ ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? വ്യക്തിപരമായ വിദ്വേഷത്തിൽ ന്യൂ ഇയർ പാർട്ടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം തലയ്ക്കടിച്ചതിന് ചെറുപ്പക്കാർ പകരം വീട്ടി. ഉടനടി SFIക്കാർ തല്ലി. SFI എന്ന രാഷ്ട്രീയ സംഘടന മുന്നിൽ നിൽക്കണം. ഇങ്ങനെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുന്നവർ മുസ്ലിം ലീഗിനെയൊക്കെ എത്ര വിദഗ്ധമായിട്ടാണ് ഒളിപ്പിക്കുന്നത് നോക്കൂ. അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ജനങ്ങളുടെ ശ്രദ്ധയിൽ വരാതെ ഒളിപ്പിച്ച് പിടിപ്പിക്കുന്ന ആ മാസപ്പടിയുടെ മികവ് നാട് കാണാതെ പോകരുത്. ഇതിനോടൊപ്പം തന്നെ നാട് ചിന്തിക്കേണ്ടതാണ്. ഒരു ലീഗ് MLA, റമദാൻ കാലമാണ്, അദ്ദേഹം വലിയ നോമ്പ് പിടിക്കുന്ന വിശ്വാസിയാണ്. നോക്കണേ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. തനിക്കെതിരെ സംസാരിച്ചാൽ ഈ വിശുദ്ധ മാസത്തിൽ പോലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലും അനുകമ്പയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്ഷമിക്കാനോ മനസ്സില്ല. ഉടനടി ആ പോസ്റ്റ് ഇട്ടവനെ പോയി തല്ല് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ വ്രതശുദ്ധിയുടെ മാസത്തിൽ പോലും ഇങ്ങനെയാണെങ്കിൽ വാക്കാൽ പറയുകയും അല്ലെങ്കിൽ മതം പറഞ്ഞ് നടക്കുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്നുകൂടി നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതാണ്. മാധ്യമ പരിലാളനയിൽ ഇങ്ങനെ വിഹരിക്കുകയാണ്. എന്ത് തെമ്മാടിത്തവും കാണിക്കാം. ഒരു ചെറിയ വാർത്ത വരും, അതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇവർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. ഈ തല്ലാൻ പോയത് ഏതെങ്കിലും CPM നേതാവിൻ്റെ മകനായിരുന്നെങ്കിൽ അയാളെ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കന്മാരുടെ മക്കളെ അനാവശ്യമായി വരെ അവരുടെ പേരുകൾ വലിച്ചിഴച്ച് വിവാദത്തിൽപ്പെടുത്താൻ മത്സരിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ക്രിമിനൽ പ്രവർത്തനത്തിന് പോയ ലീഗ് MLAയുടെ മകന് കൊടുക്കുന്ന ആ ഒരു കരുതലും തണലുമുണ്ടല്ലോ, അത് നാട് കണ്ടതിന് ശേഷം ഇവരുടെ മൾട്ടിപ്പിൾ ഡാഡി റിപ്പോർട്ടിംഗ് ഒന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക, മനസ്സിലാക്കുക.